നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റോക്കിയോമെട്രി ആൻഡ് സ്റ്റോക്കിയോമെട്രിക് കാൽക്കുലേഷൻ എന്ന ഭാഗമാണ്. സ്റ്റോക്കിയോമെട്രി എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. സ്റ്റോക്കിയോൺ ആൻഡ് മെട്രൺ. സ്റ്റോക്കിയോൺ മീൻസ് എലമെന്റ് ആൻഡ് മെട്രൺ മീൻസ് measure. So in stoichiometry we are discussing the measurement or calculation of mass and volumes of reactants and products involved in the chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസ് അല്ലെങ്കിൽ വോള്യൂം അതിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആവശ്യമാണ്. ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി മാറുമ്പോൾ സ്റ്റോക്കിയോമെട്രിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ് എൻ എക്സാമ്പിൾ, കമ്പസ്റ്റ്യൻ ഓഫ് മീഥെയിൻ. മീഥെയിൻ എയറിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടാവുന്ന പ്രോസസ്സ് നമുക്ക് പരിഗണിക്കാം. CH4 + 2O2 gives CO2 + 2H2O. അതാണ് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. CH4 + 2O2 gives CO2 + 2H2O. ഇതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കാൽക്കുലേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ CH4 + 2O2 gives CO2 + 2H2O എന്ന ഇക്വേഷനിൽ CH4ൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1, ഓക്സിജൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2, CO2ൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1, H2ൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2. ഇനി ഈ റിയാക്ഷൻ്റെ സ്റ്റോക്കിയോമെട്രി പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മോളിക്യൂളിനെ വെച്ചുകൊണ്ട്, മോൾസ് വെച്ചുകൊണ്ട്, മാസ് ഗ്രാമിൽ വെച്ചുകൊണ്ട്, വോള്യൂം ലിറ്ററിൽ വെച്ചുകൊണ്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാനാവും. അപ്പോൾ ഉദാഹരണത്തിന് 1 molecule CH4 react with 2 molecules of O2 to give 1 molecule of CO2 and 2 molecules of H2O എന്ന് പറയാം. അല്ലെങ്കിൽ 1 mole of CH4 react with 2 moles of O2 gives 1 mole of CO2 and 2 moles of H2O എന്ന് പറയാം. അല്ലെങ്കിൽ മാസിൻ്റെ വേർഷനിൽ പറയുകയാണെങ്കിൽ 16 gram of methane react with 64 gram of O2 give 44 gram of carbon dioxide and 36 gram of H2O. STPയിൽ വോള്യൂം വെച്ച് പറയുകയാണെങ്കിൽ 22.7 ലിറ്റർ മീഥെയിൻ റിയാക്ട് വിത്ത് 45.4 ലിറ്റർ ഓക്സിജൻ ടു ഗിവ് 22.7 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 45.4 ലിറ്റർ H2O. ഇങ്ങനെ പല ആസ്പെക്റ്റിൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്കിയോമെട്രി വിശദീകരിക്കാവുന്നതാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ, വാട്ടർ ഗ്യാസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റ്യൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. ഇതാണ് ചോദ്യം. അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതാണ്. CH4 ഗ്യാസ് + 2O2 ഗ്യാസ് ഗീവ്സ് CO2 ഗ്യാസ് + 2H2O ഗ്യാസ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രീതിയിൽ മനസ്സിലാക്കാനുണ്ട്. 1 മോൾ മീഥെയിൻ 2 മോൾ ഓക്സിജനുമായി ചേർന്ന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടർ വേപ്പറും ഉണ്ടാവുന്നു. ഇങ്ങനെ മനസ്സിലാക്കാം. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മീഥെയിനിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 16 gram. 16 gram മീഥെയിൻ 64 gram ഓക്സിജനുമായി ചേർന്ന് 44 gram കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ 36 gram വാട്ടർ വേപ്പറും ഉണ്ടാവുന്നു. അതായത് 16 gram മീഥെയിൻ കത്തുമ്പോൾ 36 gram വാട്ടർ വേപ്പറാണ് ഉണ്ടാവുന്നത് എന്ന് ഈ ഇക്വേഷന് ക്ലിയർ ആണ്. അതുതന്നെയാണ് ചോദ്യം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റ്യൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. സോ വെൻ 16 gram ഓഫ് മീഥെയിൻ undergo combustion, it will give 36 gram of water vapor. അതാണ് അതിൻ്റെ ആൻസർ. മീഥെയിൻ 16 gram ഓഫ് മീഥെയിൻ കറസ്പോണ്ട്സ് ടു 1 മോൾ. അങ്ങനെ 1 മോൾ മീഥെയിൻ കത്തുമ്പോൾ 2 മോൾ വാട്ടർ വേപ്പർ ഉണ്ടാവും. അങ്ങനെ 2 മോൾ വാട്ടർ വേപ്പറിൻ്റെ മാസ്സാണ് 36 gram. ഇനി നമ്മൾ ഒരു റിയാക്ഷൻ മിക്സ്ചറിലുള്ള എല്ലാ റിയാക്റ്റൻസും റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി മാറും? ഇല്ല. അതിൽ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു റിയാക്ഷൻ മിക്സ്ചറിൽ 100 മോൾ ഹൈഡ്രജനും ഉണ്ട്, H2 ഉണ്ട്, 100 മോൾ ഓക്സിജനും ഉണ്ട്, O2 ഉണ്ട്. ഈ 100 മോൾ ഹൈഡ്രജനും 100 മോൾ ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാവുമോ? ഇല്ല. കാരണം
അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്നാണ്. അതായത് 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായി ചേർന്നാണ് 2 മോൾ വാട്ടർ ഉണ്ടാകുന്നത്. എല്ലാ റിയാക്ഷൻ കണ്ടീഷനും അവിടെ ഉണ്ട്. പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ റിയാക്ഷൻ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ റിയാക്ഷൻ നടത്തുമ്പോൾ 100 മോൾ ഹൈഡ്രജൻ 50 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് 100 മോൾ വാട്ടർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 50 മോൾ ഓക്സിജൻ അവിടെ ബാലൻസ് കിടക്കും, അവിടെ ബാക്കിയുണ്ടാവും. എന്നാൽ ഹൈഡ്രജൻ ആകട്ടെ 100 മോൾ മുഴുവനായും റിയാക്ട് ചെയ്യും. അങ്ങനെ ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി റിയാക്ഷൻ നടക്കാൻ കഴിയില്ല, കാരണം ഹൈഡ്രജൻ ഇല്ലല്ലോ. അങ്ങനെ ഈ റിയാക്ഷനിൽ പൂർണ്ണമായും ഉപയോഗിച്ച് തീർന്ന റിയാക്റ്റൻ്റ് ആണ് ഹൈഡ്രജൻ. അത് ഹൈഡ്രജൻ ആണ് ഇവിടെ എത്രമാത്രം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഹൈഡ്രജൻ കഴിഞ്ഞു, ഇനി പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല. സോ ഹൈഡ്രജൻ ഹിയർ ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. സോ വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജൻറ്റ്? Limiting reagent is the reagent which is completely consumed during the reaction. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീരുന്ന റിയേജൻറ്റിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ദ റിയേജൻറ്റ് which is completely consumed during the reaction. Because it is called a limiting reagent because it limits the amount of product formed. എത്രമാത്രം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളത് ലിമിറ്റ് ചെയ്യുന്നത്, പരിമിതപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത് ആ റിയേജൻ്റാണ്. സോ വൺസ് അഗെയിൻ, ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ദ റിയേജൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഇതിനെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്ന ആ റിയാക്ഷൻ എടുത്ത് വിശദമായി പരിശോധിക്കാം. Here the reaction is H2, 2H2 gas plus O2 gas gives 2H2O gas. 2 മോൾ ഹൈഡ്രജൻ ഗ്യാസ് 1 മോൾ ഓക്സിജൻ ഗ്യാസുമായി ചേർന്ന് 2 മോൾ വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, 2 മോൾ ഹൈഡ്രജൻ ഗ്യാസ് 1 മോൾ ഓക്സിജനുമായി ആണ് ചേരുന്നത്. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്കിവിടെ നോക്കാം. ബിഫോർ റിയാക്ഷൻ ഈ റെഡ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഓക്സിജനാണ്, വൈറ്റ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഹൈഡ്രജനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഡയറ്റോമിക് ഹൈഡ്രജൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് 2 ഹൈഡ്രജന് 1 ഓക്സിജനാണ്. അപ്പോൾ 10 ഹൈഡ്രജന് എത്ര ഓക്സിജൻ മതി? 5 ഓക്സിജൻ മതി. പക്ഷേ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 10 ഹൈഡ്രജനുമായി 5 ഓക്സിജൻ റിയാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ബാക്കി 2 ഓക്സിജൻ അവിടെ ബാക്കി കിടക്കും. 2 മോളിക്യൂൾ ഓക്സിജൻ അവിടെ ബാക്കി കിടക്കും. 10 ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യാൻ 5 ഓക്സിജൻ മതി. അപ്പം മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജനാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമുക്കത് ആഫ്റ്റർ റിയാക്ഷൻ ഒന്നുകൂടി അത് പരിശോധിക്കാം. അതായത് 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്ന ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ 10H2 പ്ലസ് 5O2 ഗീവ്സ് 10H2O ആണ് ഉണ്ടാവുന്നത്. 10 ഹൈഡ്രജനും 7 ഓക്സിജനുമാണ് ഇവിടെ ഉള്ളത്. 10H2 ആൻഡ് 7O2. അങ്ങനെ 10 ഹൈഡ്രജനുമായി 5 ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി 10H2O ഉണ്ടാവും. ബാക്കി എന്തുണ്ടാവും? ബാലൻസ് ഈ മിക്സ്ചറിൽ അൺറിയാക്റ്റഡ് ആയിട്ടുള്ള 2 O2 മോളിക്യൂൾ ഉണ്ടാവും. അങ്ങനെ അൺറിയാക്റ്റഡ് ആയിട്ടുള്ള 2 O2 മോളിക്യൂളാണ് ഈ കാണുന്നത്. സോ ഹിയർ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ഹൈഡ്രജൻ ആൻഡ് ദർ ആർ 2 unreacted O2 molecules left in the reacting system. Majority of reactions taking place in laboratory are between the solutions. സൊല്യൂഷനുകളായിട്ടാണ് ലബോറട്ടറികളിൽ നടക്കുന്ന മിക്കവാറും റിയാക്ഷൻസ് അങ്ങനെയാണ് ചെയ്യുന്നത്, സൊല്യൂഷനുകളായിട്ട്. അപ്പോൾ സൊല്യൂഷനുകളായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. കോൺസെൻട്രേഷൻ, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരുപാട് വഴികളുണ്ട്. അതിൽ 4 മെത്തേഡുകളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന 4 മെത്തേഡുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. മാസ് പെർസെൻറ്റ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. ഇങ്ങനെ 4 മെത്തേഡുകൾ മാത്രമാണ്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന
4 മെത്തേഡ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ മാസ് പേഴ്സൻ്റ് എന്താണ് നമ്മൾ മുമ്പ് തന്നെ ഒന്ന് നോക്കി. സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് മാസ് പേഴ്സൻ്റ് എങ്ങനെ പറയാം എന്ന് നോക്കാം. മാസ് പേഴ്സൻ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. സോ മാസ് പേഴ്സൻ്റ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻറ്റുകളെങ്കിലും മിനിമം വേണം. അതിൽ കുറഞ്ഞ അളവിലുള്ള കമ്പോണൻ്റാണ് സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ള കമ്പോണൻ്റാണ് സോൾവെൻറ്റ്. അങ്ങനെ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സോ മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇത് നമുക്കൊന്ന് വിശദമായി ഒരു പ്രോബ്ലം കൂടി വെച്ചുകൊണ്ട് പരിശോധിക്കാം. Mass percent of a component in a given solution is the mass of compound per 100 gram of the solution. Mass percent equal to mass of solute into 100 divided by mass of solution. ഇത്രയും പഠിക്കണ്ടു. Mass percent equal to mass of solute into 100 divided by mass of solution. A solution is prepared by adding 2 gram of a substance A to 18 gram of water. Calculate the mass percent of the solute. എന്നാണ് ചോദ്യം. 2 gram എ എന്ന സബ്സ്റ്റൻസ് 18 ഗ്രാം വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ മാസ് പെർസെൻറ്റ് ഓഫ് ദ സൊല്യൂട്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് എ ആണ്. സോ മാസ് പെർസെൻറ്റ് ഓഫ് എ ഈക്വൽ ടു മാസ് ഓഫ് എ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സോ 2 gram ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 gram ഓഫ് എ പ്ലസ് 18 gram ഓഫ് വാട്ടർ. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ്. സോ 2/20 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. So it is a 10% solution. ഇനി മോൾ ഫ്രാക്ഷൻ എന്താണ് എന്ന് നോക്കാം. മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ഇപ്പോൾ ഒരു സൊല്യൂഷന് 2 കമ്പോണൻ്റ് ഉണ്ട് വിചാരിക്കുക, എ ബി. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഒന്നുകൂടി വിശദമായിട്ട് നമുക്കതിനെ പരിശോധിക്കാം. Mole fraction is the ratio of number of moles of a particular component to the total number of moles of the solution. Mole fraction of a component equal to number of moles of the component divided by total number of moles of all the components. Mole fraction of a component equal to number of moles of component divided by total number of moles of all the components. ഇപ്പോൾ 2 കമ്പോണൻറ്റുകളുണ്ട് ഒരു സൊല്യൂഷനിൽ, എയും ബിയും. 2 ഘടകങ്ങളുണ്ട്, എയും ബിയും എന്ന് വിചാരിക്കുക. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു NA by NA plus NB. Mole fraction of B equal to NB by NA plus NB. മോൾ ഫ്രാക്ഷനുകളുടെ തുക, സം ഓഫ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും. കാരണം സം ഓഫ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? NA by NA plus NB പ്ലസ് NB by NA plus NB. അതെപ്പോഴും 1 ആയിരിക്കും. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് ഈക്വൽ ടു 1. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ മെത്തേഡാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി എന്താ? മൊളാരിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്സ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. Molarity equal to number of moles of solute divided by volume of solution in liter. ഇവിടെ വോള്യൂം ഉള്ളത് കൊണ്ട് തന്നെ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുകയോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് മൊളാരിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും. Molarity is defined as number of moles of solutes in 1 liter of solution. Molarity is the number of moles of solute in 1 liter of solution. It is denoted by capital M. Molarity equal to, കൃത്യമായി പഠിക്കേണ്ട ഇതാണ്, molarity equal to number of moles of solutes
divided by volume of solution in liter. Molarity equal to number of moles of solute divided by volume of solution in liter. ഇവിടെ വോള്യൂം ഉണ്ടായതുകൊണ്ട് തന്നെ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Calculate the molarity of NaOH in the solution prepared by dissolving its 4 gram in enough water to form 250 ml of the solution. Molarity ആണ് കാണാനുള്ളത്. Number of moles of solutes in 1 liter of solution. NaOHൻ്റെ മൊളാരിറ്റി കാണണം. എങ്ങനെയാണത്? 4 gram dissolved in 250 ml of solution. Since molarity equal to number of moles of solute divided by volume of solution in liters. ഇനി നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ മോളിക്കുലർ മാസ്. എത്ര ഗിവൺ മാസ് എത്രയാണ്? 4 gram. ദർഫോർ 4 gram ബൈ 40 gram ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എത്രയാണ്? 250. സോ 4 ബൈ 40 gram ഡിവൈഡഡ് ബൈ 250 ml ലിറ്റർ ആക്കുമ്പോൾ 0.25 ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 മോളാർ. 0.4 മോളാർ, മോൾ പെർ ലിറ്റർ എന്നർത്ഥം. 0.4 മോളാർ, ക്യാപിറ്റൽ എം. മൊളാരിറ്റി കാണിക്കുന്നത് ക്യാപിറ്റൽ എം ആണ്. 0.4 മോളാർ. ഇനി മൊളാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്സ് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. ചെറിയ വ്യത്യാസമുണ്ട്. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. അത് നമുക്ക് ഇങ്ങനെ പറയാം. മൊളാലിറ്റി ഈക്വൽ ടു number of moles of solutes divided by mass of solvent in kilogram. Number of moles of solutes divided by mass of solvent in kilogram. ഇവിടെ വോള്യൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് ചൂടാക്കുകയോ അല്ലെങ്കിൽ തണുപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി സെയിം ആയിരിക്കും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ബട്ട് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ട സന്ദർഭത്തിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡ് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്സ് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. അതാണ് വ്യത്യാസം. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്സ് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എം. കൃത്യമായി പഠിക്കേണ്ട ഇക്വേഷനാണ് മൊളാലിറ്റി ഈക്വൽ ടു number of moles of solutes divided by mass of solvent in kilogram. Molality equal to number of moles of solute divided by mass of solvent in kilogram. ഇവിടെ വോള്യൂം ഇല്ല. സോ മൊളാലിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൊളാലിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സയൻറ്റിഫിക് ആയുള്ള ഒരു അപ്രോച്ചിലൂടെ നമ്മൾ പഠിക്കണം, വെറും കാണാപ്പാടം പഠിക്കലല്ലാതെ. എങ്കിൽ ഇത് രസകരമായിരിക്കും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ ഒരുപാട് ബേസിക് കോൺസെപ്റ്റ്സ്, ഇനിയുള്ള ചാപ്റ്ററുകളിലേക്കൊക്കെ ആവശ്യമുള്ള ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. നന്ദി.